ഹലോ ഗൈസ്, ഞങ്ങളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലെ ആര്യനാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെയാണ് ഞങ്ങളുടെ വല്യമ്മയുടെ വീട്. നിങ്ങൾക്ക് എൻ്റെ സൗണ്ട് പാറപ്പുറത്ത് കല്ലിട്ട് ഒരയ്ക്കുന്ന പോലെ തോന്നുന്നെങ്കിൽ ഐ എം സോ സോറി. എൻ്റെ ഒച്ച അടച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണാതെ പോകരുത്. നിങ്ങൾക്ക് ഞാൻ അടിപൊളി ബിരിയാണി കിട്ടുന്നൊരു സ്പോട്ട് കാണിച്ചു തരാൻ പോവുകയാണ്. ഇവിടെ നല്ല മഴയാണ്. മഴ തോർന്ന സമയത്തിന് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങി. ആരും ലഞ്ച് കഴിച്ചിട്ടില്ല. സമയം ഇപ്പോൾ ഉച്ചരയായി. ഉച്ചര മീൻസ് ഉച്ച കഴിഞ്ഞു, എന്നാൽ വൈകുന്നേരമായിട്ട് ആയിട്ടുമില്ല. ആ ഒരു ടൈമാണ്. എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. ഞങ്ങൾക്ക് കോട്ടൂർ വനത്തിലൊന്ന് പോകണം. പോകുന്ന വഴിക്ക് നല്ല ഫുഡ് കഴിച്ചിട്ട് പോകാം, അതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. തേടി വള്ളി കാലി ചുറ്റി എന്ന് പറഞ്ഞ പോലെ ഞങ്ങളൊരു ഹോട്ടലിലെത്തി. ബാവാസ് ഹോട്ടൽ. ഇത് കോട്ടൂരാണ് ഈ സ്ഥലം വരുന്നത്. വൈകുന്നേരം ആകാറായതുകൊണ്ട് തന്നെ ബിരിയാണി ചെമ്പ് കാലിയാകാറായി. എന്നാലും അത്യാവശ്യം നമുക്കുള്ള ബിരിയാണി ബാക്കിയുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാവരും സന്തോഷത്തോടെ ബിരിയാണി കഴിക്കാനിരുന്നു. ഇവിടെ വന്നപ്പോൾ തന്നെ ശ്രദ്ധിക്കപ്പെട്ടത് ഇവിടെ നല്ല നീറ്റായിട്ടുള്ളൊരു ഹോട്ടലായിരുന്നു. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ആംബിയൻസും ഉണ്ട്. അപ്പം നമ്മളെ കാത്തിരിപ്പിന് വിരാമമായി ബിരിയാണി എത്തിയിരിക്കുന്നു. കാഴ്ചയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ വൈകുന്നേരം ആയതുകൊണ്ട് ബിരിയാണിക്ക് ടേസ്റ്റ് കുറഞ്ഞിട്ടുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. എന്നാലും ഒട്ടും തെച്ച് താമസിപ്പിക്കേണ്ട, നമുക്ക് കഴിച്ചു തുടങ്ങാം. കഴിച്ചപ്പോൾ എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല. കുറേ നാളായി ഞാൻ ബിരിയാണി കഴിച്ചിട്ട്. ഇത്രയും ടേസ്റ്റുള്ളൊരു ബിരിയാണി ഈ അടുത്തൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. ഇത്രയും വൈകിയ സമയത്ത് പോലും ഇത്രയും നല്ല ബിരിയാണിയോ? ഇവിടുത്തെ ബിരിയാണിയെക്കാട്ടിലും ടേസ്റ്റാണ് ഇവിടുന്ന് കഴിക്കുന്ന പൊറോട്ടയും ബീഫും എന്ന് പറഞ്ഞു. അപ്പോൾ ഇനി വരുമ്പോൾ എന്തായാലും ഇവിടുത്തെ പൊറോട്ടയും ബീഫും ട്രൈ ചെയ്യാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. ഇന്നിപ്പോൾ ബിരിയാണിയിൽ ഞങ്ങൾ എല്ലാവരും ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ ഞാൻ പറഞ്ഞു തരാം. തിരുവനന്തപുരം ജില്ലയിലെ ആര്യനാട് നിന്നും ഒരു 10-12 കിലോമീറ്റർ ഉള്ളിലേക്ക് വരുമ്പോഴാണ് കോട്ടൂർ എന്ന് പറയുന്ന സ്ഥലം. ജംഗ്ഷനിൽ തന്നെയാണ് ഹോട്ടലുള്ളത്. കോട്ടൂർ ആനപ്പാർക്കൊക്കെ ഉള്ള കാരണം ചെറിയൊരു ടൂറിസ്റ്റ് ഏരിയ പോലെയാണ് കേട്ടോ. ഉള്ളിലോട്ട് വനമൊക്കെ ഉണ്ട്. അപ്പോൾ നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലമാണ്. പിന്നെ നിങ്ങളിവിടെ എത്തുന്നത് വൈകുന്നേര സമയത്താണെങ്കിൽ ഒട്ടും വിഷമിക്കേണ്ട. നിങ്ങളെ കാത്തിരിക്കുന്നത് ചൂട് ചായയോടൊപ്പം നല്ല ചൂട് പഴംപൊരിയും ഉഴുന്നുവട, പരിപ്പ് വട, മോദകം എന്ന് വേണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ ഐറ്റംസും ഇവിടെയുണ്ട്. വന്നുടനെ എൻ്റെ കണ്ണിലുടക്കിയത് ഇതൊക്കെയാണ്. ഇത് ട്രൈ ചെയ്യാതെ പോയാൽ വലിയ നഷ്ടമാവെന്ന് കരുതി ഞങ്ങൾ എന്തായാലും ഇതിൽ നിന്ന് ഓരോന്ന് കഴിക്കാൻ തീരുമാനിച്ചു. എൻ്റെ പൊന്നോ അസാധ്യ ടേസ്റ്റ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.